എല്ലാവർക്കും നമസ്കാരം. നിറമാണല്ലോ ഇന്നത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ട് അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തെയ്യം തറ അല്ലെങ്കിൽ കഥകളി പോലത്തെ ഓരോ കലാരൂപത്തിലുമുള്ളത് വേഷഭംഗിയാണ്. ഡാൻസിലാണെങ്കിലും അത് വേഷഭംഗിയാണ്. അതൊരിക്കലും നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സൗന്ദര്യവും നമ്മളുടെ ഒരു അപ്പിയറൻസും അല്ല. വേഷഭംഗിക്ക് മാർക്കുണ്ട്, പക്ഷെ വേഷഭംഗിക്കാണ് മാർക്ക്. ഒന്നുകിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവർ വീണോട് ചേർന്ന് ഉരുണ്ട് തെറ്റിദ്ധാരണ പടർത്തുക. രണ്ടാമത്തെ അവരുടെ ഒരു പരാമർശം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അത് ഞാൻ CCRTയുടെ മത്സരം ചെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലിസ്റ്റിൽ നിന്ന് തരും, ഇന്നർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിൽ യഥാർത്ഥത്തിൽ ആർക്കും അങ്ങനെ യുവജനോത്സവം പോലെ ഫെമിലിയർ അല്ല CCRT എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. CCRT എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴായിരുന്നു അതിന്റെ ടീച്ചർ, വിനോദ് ടീച്ചർ തന്നെയാണ് എന്റെ പേര് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു വെക്കേഷൻ സമയത്താണ് അമ്മയും ഞാനും കൂടെ തൃശ്ശൂർ യാത്രി നിവാസിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ആ CCRT സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഇന്ത്യയിൽ അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ 23 25 പേർക്കോ എന്തോ ആണ് ആ സ്കോളർഷിപ്പ് ഇന്ത്യയിലാകെ കിട്ടിയിരുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഭരതനാട്യത്തിന് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ ഭരതനാട്യത്തിന് മിക്കവാറും അയാൾക്ക് മാത്രം തന്നെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെയാണ്. അന്ന് ഇപ്പൊ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും ആൾക്കാരുടെ എണ്ണവും ആപ്ലിക്കൻസിന്റെ എണ്ണവും ഒക്കെ കൂടിയ സമയത്ത് അത് കൂടിയിട്ടുണ്ടാവും. അന്ന് അതിനെക്കുറിച്ച് അധികം ആർക്കും അറിയുണ്ടായിരുന്നില്ല അതൊന്നും. അപ്പൊ ഞാൻ ഈ സ്കോളർഷിപ്പിന് യാത്രാ നിവാസിൽ പോകുന്ന അവിടെ ചെല്ലുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര കെട്ടിമാറപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മേക്കപ്പ്, പിന്നെ ഡാൻസിന്റെ കോസ്റ്റ്യൂം, മുടിയൊക്കെ കെട്ടി, അടിയിൽ കുഞ്ചലൊക്കെ കെട്ടി, ചെലങ്കയൊക്കെ ഇട്ട്, അങ്ങനെ ഫുൾ മേക്കപ്പിൽ ഫുൾ സെറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനൊരു സാധാരണ ഒരു ഉടുപ്പാണ് ഇട്ടിരുന്നത്. അതിന്റെ അടിയിൽ ഒരു പൈജാമയും പിന്നെ ഒരു ഷോളും. അപ്പോൾ അമ്മ എന്നിട്ട് ടീച്ചറോട് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അയ്യോ ടീച്ചറെ, ഇവള് അങ്ങനെ ഇതിലൊന്നും അല്ലല്ലോ വന്നത്, അപ്പൊ ഇനി അത് പ്രശ്നമാകുമോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചറുടെ മറുപടി എന്താ വെച്ചാൽ, അവൾ പഠിച്ച പോലെ അവൾ ചെയ്യട്ടെ, അവൾ ചെയ്യുന്നതിനാണ് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് ഞാൻ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഒന്നുണ്ടായിരുന്നത്, ഒരു ജഡ്ജ് എന്ന് പറയുന്നത് ശ്രീമതി ചിത്ര വിശ്വേശ്വരയ്യറായിരുന്നു. അപ്പോൾ പിന്നെ വേറെ 2 പേരും ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഇഷ്ടമുള്ള ഒരു ഐറ്റം ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു ഗണപതിയുടെ ഐറ്റമാണ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അവരെന്തൊക്കെ ചോദിക്കും, തിയറി ചോദിക്കും, പിന്നെ അല്ലാതെ അവരെന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറയും. ചിലപ്പോൾ ജഡ്ജിസറും ചെയ്യാൻ പറയും, വേറെ എന്തെങ്കിലും മുദ്രകൾ ചെയ്യാൻ പറയും, അങ്ങനെ അടവുകൾ ചെയ്യാൻ പറയും. അതൊക്കെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ടീച്ചറെ വിളിച്ചു. ചിത്ര വിശ്വേശ്വരയ്യ മാം ടീച്ചറുടെ വയറ്റത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നല്ല ചൊല്ലിക്കൊടുത്തിരിക്കുന്നാന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് അത് വലിയ സന്തോഷമായി. പക്ഷെ പിന്നീട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. നമ്മളും പിന്നെ അത് മറന്നുപോയി. അങ്ങനെ അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മെയിലോ കത്തോ എന്തോ വന്നത്. അപ്പൊ എനിക്കൊന്നും അതിന്റെ വില അറിയില്ലായിരുന്നു. പക്ഷെ അച്ഛനമ്മയ്ക്കും അതിന്റെ വില അറിയുന്നതുകൊണ്ട് അവരത് വളരെ ഭദ്രമായിട്ട് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത് അച്ഛന്റെ അലമാരയിൽ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ആദ്യത്തെ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടി തുടങ്ങിയത് 2400 ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ടീച്ചറുടെ ഫീസും നമ്മൾക്കുള്ള ഒരു പൈസയും കൂടെ ചേർത്തിട്ടായിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് 2 വർഷം കൂടുമ്പോൾ അവരുടെ റിന്യൂവൽ ഉണ്ടാവും. അപ്പൊ ആ റിന്യൂവലിന്റെ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലായിരുന്നു. 2-3 റിന്യൂവല് പോയിരുന്നു. ഒരു തവണ ശ്രീമതി വിമല മേനോനായിരുന്നു, അതായത് ഇന്ദുജ മേനോന്റെ അമ്മയായിരുന്നു, ഒരു ജഡ്ജായിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുള്ള വേറെയും നൃത്തത്തിൽ വളരെ അഗ്രഗണ്യരായിട്ടുള്ള വേറെ 2-3 പേരുണ്ട്. ഒരു 3-4 പേരുണ്ടാവും ജഡ്ജസ് ആയിട്ട്. അപ്പൊ അവർ പറയുന്നതൊക്കെ നമ്മൾ ആ സ്പോട്ടിൽ ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല ഞാൻ പോകുന്നത്. എനിക്ക് അത്തരത്തിലൊരു പിടിപാടില്ല. ടീച്ചർക്ക് ഒരു സ്റ്റുഡന്റിന് CCRTയുടെ സ്കോളർഷിപ്പ് കിട്ടുന്നത് എനിക്കാണ്. അപ്പൊ ടീച്ചർക്ക് അതിന്റെ മറ്റ് ഇതുകളെ കുറിച്ച് അറിയില്ല. ടീച്ചറും അത്തരത്തിലൊരു അങ്ങനെ വലിയ ഹോൾഡൊക്കെ വെച്ചിട്ട് എല്ലാ സമ്മാനങ്ങളും തന്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഒരാളല്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അങ്ങനെ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരാളായിട്ടുള്ള ഞാൻ പോയിട്ട് എനിക്കത് കിട്ടി. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് റിന്യൂവലിന് പോകുമ്പോഴേക്കും ടീച്ചറുടെ ഡാൻസ് സ്കൂളിന്റെ യൂണിഫോം ഇട്ടിട്ടാണ് ഞാൻ പോയത്. പീകോക്ക് ബ്ലൂ ടോപ്പും ഓറഞ്ച് ബോട്ടവും ഓറഞ്ച് ഷോളും ആയിട്ടുള്ള യൂണിഫോം ഇട്ടിട്ടാണ് പോയത്. ചിലപ്പോൾ കുറച്ച് ഒരു ജിംക്കി ഇട്ടിട്ടുണ്ടാവും, കണ്ണെഴുതിയിട്ടുണ്ടാവും, പൊട്ടു ഇട്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഇതുകളൊന്നും അന്ന് അറിയുണ്ടായിരുന്നില്ല. ഇന്നത്തെ കുട്ടികളെ പോലെ അന്നൊന്നും എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മേക്കപ്പ് ഒക്കെ എങ്ങനെ ചെയ്യാം, മേക്കപ്പ് ഒക്കെ എത്ര നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുകിൽ ഡിഗ്രി കഴിയണവരെ, അല്ലെങ്കിൽ 20 വയസ്സ് തികയണവരെ, അങ്ങനെയാണ്. അപ്പൊ ഡിഗ്രി കഴിയുന്നത് വരെ എനിക്കത് കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്കത് ഒരു റിന്യൂവൽ പീരീഡ് കൂടെ എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്തത്. നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കൊണ്ട് ഞങ്ങളത് ഒരു പീരീഡും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്റർ എനിക്ക് വന്നത്. നമ്മൾ ഡാൻസ് ചെയ്തിട്ട് നമ്മളുടെ ഡാൻസ് കൊണ്ട് മാത്രം കിട്ടിയ ഒരു സാധനമാണ്. അപ്പൊ അത് അത്രയും വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിനെ ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു വേദന തോന്നി. ഇവർ ഈ പറയുന്ന ലിസ്റ്റ് എഴുതി കൊടുത്ത സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരതിൽ പറയുന്നത് അവർക്കൊരു ലിസ്റ്റ് കൊടുക്കുന്നു. ഇവരേതെങ്കിലും ജഡ്ജായിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയ സമയത്തൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ മാനദണ്ഡങ്ങൾ മാറി. ഇപ്പൊ അങ്ങനെയാണോ, കൂടുതൽ ഹോൾഡുള്ള ആൾക്കാർക്ക് അത് കിട്ടി തുടങ്ങിയോ, അതും എനിക്കറിയില്ല. അപ്പൊ അത്തരത്തിലൊരു ഹോൾഡ് ഒന്നും വെച്ചിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല CCRTയുടെ സ്കോളർഷിപ്പ്. ആയിരുന്നില്ല അറ്റ്ലീസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.